നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂട്യൂബേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയോ? വീഡിയോകൾക്കൊന്നും വ്യൂ ഇല്ല, ചാനൽ ഡെഡ് ആവുന്നു, ചാനൽ ഫ്രീസ് ആവുന്നു. പുതിയ പുതിയ വീഡിയോകൾ എത്ര നല്ല കണ്ടന്റ് ഇട്ടെന്ന് പറഞ്ഞാലും വ്യൂ വരാത്തൊരു സാഹചര്യം. മലയാളത്തിൽ തന്നെ നിങ്ങൾ പോപ്പുലർ ആയിട്ടുള്ള ചാനലുകൾ എടുത്ത് നോക്കിക്കോ, ഈ മിക്ക ചാനലുകളിൽ ഇതേ അവസ്ഥ തന്നെയാണ്. വളരെ വ്യൂ കുറവാണ്. അതായത് ഒരു 2 മാസം മുമ്പൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന 10-20 ലക്ഷം വ്യൂ കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് 4 ലക്ഷം 5 ലക്ഷത്തിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. 4 ലക്ഷം 5 ലക്ഷം കിട്ടുന്നില്ലെന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഇപ്പൊ 20 ലക്ഷം കിട്ടിക്കൊണ്ടിരുന്ന ചാനലിൽ നിന്ന് 4 ലക്ഷം വ്യൂ കിട്ടുന്നത് വലിയൊരു ഡ്രോപ്പാണ് സംഭവിച്ചിരിക്കുന്നത് വ്യൂവിൽ. അപ്പൊ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. അതിപ്പം ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ പോലും അവരും ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ടെൻഷനിലായിരിക്കാം. വ്യൂ കുറയുന്നു, ചാനൽ ഡെഡ് ആവുകയാണോ, ചാനൽ ഫ്രീസ് ആയി പോകുന്നൊക്കെയുള്ള ചിന്തകൾ മിക്ക ആളുകളുടെ മനസ്സിലൂടെ പോകുന്നുണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ അന്വേഷിച്ച് കഴിയുമ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചാനലിന്റെ വ്യൂ കുറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കാരണം നമ്മുടെ ചാനലിലെ YT സ്റ്റുഡിയോ ആപ്പ് ഉണ്ടല്ലോ. ഈ ആപ്ലിക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കുന്നു. അതിൽ നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ദിവസം ഒരു 10, 100, 200 പ്രാവശ്യമൊക്കെ ചിലത് YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കും. ഒരു വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോയിൽ വരുന്ന ഓരോ ലൈക്കുകളും കൗണ്ട് ചെയ്ത് ഓരോ അനലറ്റിക്സും നോക്കി ആ വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ഒരു ദിവസം ചിലപ്പോൾ 100, 200, 500 പ്രാവശ്യമൊക്കെ YT സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് വരാം. അപ്പൊ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നതിലൂടെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫ്രീസ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൽ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഗൂഗിൾ ആഡ്സ് നമുക്ക് നമ്മുടെ വീഡിയോകൾ വ്യൂ കൂട്ടാൻ വേണ്ടി ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഗൂഗിൾ ആഡ്സ് ചെയ്യുമ്പോൾ ഗൂഗിളിന് പൈസ കിട്ടും. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ഈ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നെ വ്യൂ ഡൗൺ ചെയ്തു. അതായത് വീഡിയോകളുടെ വ്യൂ ഡൗൺ ചെയ്തു. അതിനുശേഷം നമ്മൾ നിർബന്ധിതരാകുകയാണ് ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ ഒരു കാര്യം യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന എന്താണ്, യൂട്യൂബ് ആപ്പിനുള്ളിൽ വരെ ഈ ഗൂഗിൾ ആഡ്സിന്റെ സൗകര്യം അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നുണ്ട്. ഗൂഗിൾ ആഡ്സ് എവിടെ നിന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ള ഓപ്ഷൻ ഒക്കെ നമുക്ക് YT സ്റ്റുഡിയോയിലും യൂട്യൂബ് ആപ്പിനുള്ളിലും ഒക്കെ തന്നെ കിട്ടുന്നുണ്ട് ക്രിയേറ്റേഴ്സിന്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ യൂട്യൂബ് വീഡിയോകളുടെ വ്യൂ കുറച്ചെങ്കിലേ ആളുകൾ അത് ചെയ്യത്തുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 2 റീസണുകൾ ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പം ഈ ഒരു കാര്യം ചോദിച്ചു, YT സ്റ്റുഡിയോ കൂടുതൽ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ ഫ്രീസ് ആവുമെന്നൊക്കെ ചോദിച്ചു. അന്നേരമാണ് ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സെർച്ച് ചെയ്ത് നോക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് വീഡിയോകൾ, ഒരുപാട് ആർട്ടിക്കിളുകളൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്നതിലൂടെയാണ് ചാനലുകൾ ഫ്രീസ് ആകുന്നതെന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ ഈ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്നതിലൂടെയാണോ ചാനൽ ഫ്രീസ് ആകുന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂട്യൂബ് തന്നെ നമ്മുടെ ചാനൽ ഫ്രീസ് ആക്കുന്നതാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം ആദ്യം ഒന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തേക്കുക. ഇനി ഞാൻ എന്റെ അഭിപ്രായം പറയാം. എന്റെ അഭിപ്രായത്തിൽ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്നതിലൂടെ ഒരിക്കലും നമ്മുടെ ചാനൽ ഫ്രീസ് ആകാനുള്ള ഒരു സാധ്യതയില്ല. കാരണം യൂട്യൂബ് ആപ്പ് അല്ലാതെ YT സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഗൂഗിൾ കൊണ്ടുവന്നതിന്റെ കാര്യം തന്നെ ഈ യൂട്യൂബിന്റെ അനലറ്റിക്സും യൂട്യൂബുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഒരിടത്ത് ലഭിക്കാൻ വേണ്ടി, അത് ആളുകൾക്ക് കറക്റ്റ് ക്രിയേറ്റേഴ്സിന് മനസ്സിലാക്കി അതിനനുസരിച്ച് യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഈ YT സ്റ്റുഡിയോ കൊണ്ടുവന്നത്. അപ്പൊ ഈ YT സ്റ്റുഡിയോയിൽ നമ്മൾ എത്ര നേരം നോക്കിയെന്ന് പറഞ്ഞാലും, എത്ര ഓപ്പൺ ആക്കി എന്ന് പറഞ്ഞാലും, ഒരു രീതിയിലും നമ്മുടെ ചാനലിന്റെ റീച്ചിനെയോ അല്ലെങ്കിൽ ഒരു രീതിയിലും നമ്മുടെ ചാനൽ ഫ്രീസ് ആകാനുള്ള ഒരു സാധ്യതയും ആ ഒരു കാര്യത്തിലൂടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്ന ഒരു പ്രശ്നമാണെന്ന് ഒരിക്കലും കരുതരുത്. എത്ര പ്രാവശ്യം വേണമെങ്കിലും ഓപ്പൺ ആയിക്കൊള്ളുക, നിങ്ങളുടെ ചാനലിന്റെ അനലറ്റിക്സ് ശരിക്കും മനസ്സിലായിക്കൊള്ളുക, അതിനുശേഷം വീഡിയോകൾ ചെയ്തോളുക. അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ഒരു പ്രശ്നമല്ല. രണ്ടാമതായിട്ട് ഗൂഗിൾ ആഡ്സിന്റെ ഇഷ്യൂ. അതായത് ഗൂഗിൾ ആഡ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂട്യൂബ് നമ്മുടെ വീഡിയോകൾ ഡൗൺ ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പലയിടങ്ങളിലും ഞാൻ കണ്ടിരുന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ക്ലിയർ ആയിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഒരു സൈഡിൽ ഗൂഗിൾ ആഡ്സ് പ്രൊമോട്ട് ചെയ്യുന്നു യൂട്യൂബ്, ഒരു സൈഡിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോകളുടെ വ്യൂ കുറയുന്നു. അപ്പൊ ഇത് പലരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ അങ്ങനെ ആകാം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകാം. അപ്പൊ അതിനെക്കുറിച്ച് എന്തായാലും എനിക്കൊരു കമന്റും ഇല്ല. ക്ലിയർ ആയിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം ഈ ഒരു കാര്യവും പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇനി അങ്ങനെ വല്ലതും കൊണ്ടാണോ ഈ യൂട്യൂബിൽ വ്യൂ കുറയുന്നതെന്നൊക്കെ. അതിനെക്കുറിച്ച് എന്തായാലും ഇപ്പം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമില്ല. പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചാനലുകൾ റീച്ച് പോകുന്നതും ഏകദേശം ഫ്രീസ് ആകുന്ന അവസ്ഥയിലോട്ടൊക്കെ പോകുന്നത് സാധാരണ എനിക്ക് തോന്നി യൂട്യൂബിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ അപ്പ് ഡൗൺ യൂട്യൂബിന്റെ ഒരു സ്വഭാവമാണ്. ഇന്ന് നമ്മൾ നല്ല റീച്ചിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ നേരെ അടിച്ച് താഴെ വരും, മനസ്സിലായോ? പിന്നെ ഒരു ഗ്രാഫ് നമ്മൾ സ്റ്റേബിൾ ആയിട്ട് കുറച്ച് ദിവസം മുമ്പോട്ട് പോകും, പിന്നെ ഒരു പീക്ക് ലെവലിലേക്ക് പോകാനുള്ള സാധ്യത, പിന്നെയും ഡൗൺ ആവും, പിന്നെയും പോകും. യൂട്യൂബിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എപ്പോഴും അപ്പ് ഡൗൺ ആണ്. നമ്മൾ ഒരേ സ്റ്റേബിൾ ലെവലിൽ പോകുന്നത് വളരെ ചുരുക്കമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഭയങ്കര വൈറലാകുന്ന വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരാം, ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഡൗൺ ആയി പോകുന്ന വീഡിയോകൾ വരാം. ഇതിന്റെയൊക്കെ കാരണം യൂട്യൂബ് അവരുടെ അൽഗോരിതം എല്ലാ സമയങ്ങളിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ അൽഗോരിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കാരണം ഒരു പക്ഷേ
നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ വ്യൂ വരാതെ ഇരിക്കാം, വ്യൂ കൂടുതൽ വരാം. ഈ രണ്ടും സംഭവിക്കാം. വ്യൂ കുറയുന്നതിനോടൊപ്പം തന്നെ വ്യൂ കൂടാനുള്ള സാധ്യതയുണ്ട് ഈ അൽഗോരിതം ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ അൽഗോരിതം എല്ലാ ദിവസവും ചേഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സത്യത്തിൽ ആർക്കും വലിയ ക്ലിയർ ആയിട്ടുള്ള മറുപടി ഒന്നും കാണത്തില്ല. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1000-1500 ഒക്കെ വട്ടം ഒരു വർഷം അൽഗോരിതത്തിൽ മാറ്റങ്ങൾ യൂട്യൂബ് വരുത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെയിലി ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കാം, ഡെയിലി 2 പ്രാവശ്യം ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കാം, അത് നമുക്കറിയത്തില്ല. പിന്നെ ഈ ഞാൻ ഇത്രയും നാൾ വീഡിയോ ഇട്ട് വന്നപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യൂ കുറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ ചാനൽ ഡെഡായി ഫ്രീസായി എന്ന് ചിന്തിക്കണ്ട. വ്യൂ കുറവാണെങ്കിൽ ഉറപ്പായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഗ്രാഫ് കുറഞ്ഞു പോകുന്ന ഗ്രാഫ് മുകളിലോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേ സമയത്തും മുകളിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വീഡിയോകൾ ഇടാതിരിക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബ് നിർത്തിപ്പോവുകയോ ചെയ്യേണ്ട കാര്യമില്ല. വ്യൂ കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ വ്യൂ കുറവെന്ന് പറയുന്നത് നല്ല റീച്ചിൽ നിന്ന ചാനലുകളുടെ വ്യൂ കുറഞ്ഞ് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ കാര്യമാണ്. പുതിയൊരു ചാനൽ തുടങ്ങി അതിൽ വ്യൂ കുറവാണെങ്കിൽ അത് ഗ്രോ ചെയ്യിപ്പിച്ചുകൊണ്ട് വരാൻ പുതിയ ചാനൽ എങ്ങനെയാണോ വളർത്തിക്കൊണ്ട് വരേണ്ടത് അതിന്റെ രീതിയിൽ ചെയ്യുക. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഗ്രോ ചെയ്ത് വന്ന ചാനലുകൾ, നല്ല ഒരുമാതിരി വ്യൂവിൽ ഉണ്ടായിരുന്ന ചാനലുകൾ പെട്ടെന്ന് ഡൗൺ ആയി പോയ ചാനലുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പം കണ്ടിന്യൂസ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു പ്രശ്നം അധികം താമസിക്കാതെ എനിക്ക് തോന്നുന്നു മാറുമെന്നാണ് തോന്നുന്നത്. കാരണം ഇത് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. യൂട്യൂബിലെ വ്യൂ പെട്ടെന്ന് കുറയുന്നത്, അതേപോലെ യൂട്യൂബിന്റെ ഏണിങ്സ് കുറയുന്ന ചില സമയത്തിനനുസരിച്ച് ഈ ഗ്രാഫിൽ മാറ്റം വരും, ചാനൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഗൂഗിൾ ആഡ്സിനെ കുറിച്ചും ഈ പറയുന്ന YT സ്റ്റുഡിയോയെ കുറിച്ചൊക്കെയുള്ള ന്യൂസുകൾ, ഒരുപാട് ആർട്ടിക്കിളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതൊന്നും കണ്ടിട്ട് അയ്യോ അതുകൊണ്ടാണ് എന്റെ ചാനൽ പോയി എന്ന് ചിന്തിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. ഈ പറഞ്ഞ 2 കാര്യങ്ങളും ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കണ്ടിന്യൂ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ചാനൽ ഡൗൺ ആണോ അല്ലയോ എന്നുള്ള കാര്യം വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.